Hi students, good evening. Welcome to Competitive Cracker. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച നടന്ന അല്ലെങ്കിൽ ഇപ്പോൾ റീസെന്റ് നടന്ന ഇമ്പോർട്ടൻറ്റ് കുറച്ച് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് ആണ്. അപ്പോൾ നമ്മുടെ 14ാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്. അപ്പൊ ഡയറക്റ്റ് നമുക്ക് ടോപ്പിക്സിലോട്ട് കയറാം. ഐ ഹോപ്പ് കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, സീ ദ ഫസ്റ്റ് വൺ. ഓക്കെ, സംതിങ് റിഗാർഡിംഗ് ഇൻഫ്ലേഷൻ. സംതിങ് റിഗാർഡിംഗ് ഇൻഫ്ലേഷൻ. അപ്പൊ എന്താണ് സംഭവം? നമ്മൾ ഈ RBIയുടെ മോണിറ്ററി പോളിസി എന്നൊക്കെ പറഞ്ഞ് കേൾക്കത്തില്ലേ, റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ റേറ്റ്. അപ്പൊ അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാണുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ബിക്കോസ് ഇവിടെ എന്താ പറയാ, RBI ഗവർണർ, ഒരു 4 ഡെപ്യൂട്ടി RBI ഗവർണർ ഇരുന്നു. നോ ചേഞ്ച് ഇൻ റെപ്പോ റേറ്റ്, അല്ലെങ്കിൽ റെപ്പോ റേറ്റ് മാറിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ബന്ധം എന്താണെന്ന് ചോദിച്ചാലാണ് സംഭവം ഇൻഫ്ലേഷൻ ആയി വരുന്ന സംഭവം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അവിടെ നിന്ന് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഇൻഫ്ലേഷൻ എന്താ? The general rise in the price level of goods and services is called inflation. ഇങ്ങനെയും കാണും ചിലപ്പോൾ. The general rise in the price levels of goods and services is called inflation. അതിന്റെ വേറെ മീനിങ് എന്താ? സപ്ലൈ ഈസ് ലെസ്, ഡിമാൻഡ് ഈസ് ഹൈ. അപ്പൊ സാധനത്തിന്റെ എന്താ പറയാ, സപ്ലൈ കുറഞ്ഞു, അപ്പൊ വില കൂടും. അതൊരു മീനിങ് ആണ് ഇൻഫ്ലേഷൻ. എന്ന് വെച്ചാൽ പണ്ട് 10 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഇപ്പൊ 100 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ വില കൂടി, സപ്ലൈ കുറഞ്ഞു, ഡിമാൻഡ് കൂടി. കണ്ടോ? അതിന്റെ അർത്ഥം മണിക്ക് ഇപ്പൊ വാല്യൂ ഉണ്ടോ? മണിക്ക് വാല്യൂ കുറയും. മണി സപ്ലൈ ഈസ് ഹൈ ഇൻ ദ മാർക്കറ്റ്. പണ്ട് 10 റുപ്പീസ് കിട്ടുന്ന സാധനം ഇപ്പൊ 100 റുപ്പീസ് കിട്ടുന്നത്. അപ്പൊ മണി സപ്ലൈ ഈസ് ഹൈ ഇൻ ദ മാർക്കറ്റ്. അപ്പൊ മണിക്ക് വാല്യൂ ഉണ്ടോ? ഇല്ല. ഇതൊക്കെയാണ് മീനിങ് ഓഫ് ഇൻഫ്ലേഷൻ. അപ്പൊ ദ ജനറൽ റൈസ് ഇൻ ദ പ്രൈസ് ലെവൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് കോൾഡ് ഇൻഫ്ലേഷൻ. Supply is less, demand is high. Money supply is high in the market. ഇതാണ് ബേസിക് ഡെഫിനിഷൻസ് ഓഫ് ഇൻഫ്ലേഷൻ. ക്ലിയർ അല്ലേ? ഇനി എങ്ങനെയാണ് ഇന്ത്യയിൽ ഇപ്പൊ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നത്? കറന്റ്ലി ഇൻ ഇന്ത്യ ഇൻഫ്ലേഷൻ റേറ്റ് ഈസ് മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അതാണ് CPI. അപ്പൊ പണ്ട് ഇങ്ങനെയായിരുന്നു മെഷർ ചെയ്തുകൊണ്ടിരുന്നത്? അല്ല. അപ്പൊ കറന്റ്ലി ഇൻ ഇന്ത്യ inflation rate is measured with the help of consumer price index. Till April 2014, അത് 2014 till April 2014, the inflation was measured with the help of wholesale price index, that is WPI. But till 2014 inflation എങ്ങനെയാ മെഷർ ചെയ്തുകൊണ്ടിരുന്നത്? With the help of wholesale price index. But ഇപ്പൊ എങ്ങനെയാ? From 2014 onwards, inflation rate is measured with the help of consumer price index. Clear? ഇതാണ് സ്റ്റാർട്ടിംഗ് ഓഫ് റിഗാർഡിംഗ് ഇൻഫ്ലേഷൻ. നിങ്ങൾ എപ്പോഴും കേൾക്കും, വാട്ട് ഇസ് ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? ചിലപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെ കാണുവേ. ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് RBI ഇസ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ. ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് RBI ഇസ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ. എങ്ങനെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നത്? അപ്പോഴാണ് നിങ്ങൾ കേൾക്കുന്നത് RBIയുടെ ബൈ മന്ത്ലി മോണിറ്ററി പോളിസി, റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, SLR, CRR, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് കേൾക്കും. അപ്പൊ അതൊക്കെ അറിയണമെങ്കിൽ ആദ്യം ഇൻഫ്ലേഷൻ എന്താണ് നമുക്ക് അറിയണ്ടേ. അതാണ് ഞാൻ ആദ്യം നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് ഇൻഫ്ലേഷൻ? വേറെ ഒരു ഡെഫിനേഷൻ ഞാൻ പഠിപ്പിച്ചു. ഇപ്പൊ എങ്ങനെയാ മെഷർ ചെയ്യുന്നത് നമ്മൾ അത് നോക്കി. ദാറ്റ് ഈസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. 2014 എങ്ങനെയാ മെഷർ ചെയ്തുകൊണ്ടിരുന്നത്? ടിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഇനി അടുത്ത ടോപ്പിക്കിലാണ് ഇതിനകത്ത് വരുന്ന ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ. ഏതൊക്കെ ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ഉണ്ട്? ആദ്യമാണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. ഉണ്ടോ? ദ പ്രൈസ് റേറ്റ് ഈസ് അറ്റ് വെരി സ്മോൾ റേറ്റ്. അപ്പൊ പ്രൈസ് റൈസ് ഈസ് അറ്റ് എ വെരി സ്മോൾ റേറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ലെസ് ദാൻ 3%. അപ്പൊ ദ പ്രൈസ് റൈസ് ഈസ് ലെസ് ദാൻ 3%. അത് എന്ത് ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ ആണ്? ദാറ്റ് ഈസ് കോൾഡ് creeping inflation. It is considered safe and essential for the economy. അപ്പൊ creeping inflation നല്ലതാണോ? കുഴപ്പമില്ല. It is considered safe and essential for the economy. ഇതാണ് ആദ്യത്തെ ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ കോൾഡ് creeping inflation. Clear? Less than 3% ആണെങ്കിൽ എന്തായിരിക്കും അത് ഇൻഫ്ലേഷൻ? creeping inflation. അടുത്ത നോക്കാം, walking or trotting inflation. Walking or trotting inflation. അപ്പൊ പ്രൈസ് റൈസ് ഈസ് അറ്റ് മോഡറേറ്റ് റേറ്റ്. എത്രയാ? ഇൻഫ്ലേഷൻ ഈസ് ബിറ്റ്വീൻ 3 to 10%.
അപ്പൊ ഇൻഫ്ലേഷൻ 3% കൂടുതലാണ്, ബട്ട് 10% താഴെയാണ്. അപ്പൊ when the inflation is between 3 to 10%, that is called walking or trotting inflation. അതിന്റെ അർത്ഥം എന്താ? വില കൂടുന്നുണ്ട്. അപ്പൊ ഇൻഫ്ലേഷൻ അറ്റ് ദിസ് റേറ്റ് ഇസ് എ വാർണിംഗ് സിഗ്നൽ ഫോർ ദി എക്കണോമി. ഇൻഫ്ലേഷൻ അറ്റ് ദിസ് റേറ്റ് ഇസ് എ വാർണിംഗ് സിഗ്നൽ ഫോർ ദി എക്കണോമി. അപ്പൊ ആദ്യം എന്താ പഠിച്ചത് നമ്മൾ? കണ്ടോ, ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ ലെസ് ദാൻ 3% ആണ്. പിന്നെ വാക്കിംഗ് ഇൻഫ്ലേഷൻ 3 to 10% ഇടയ്ക്കാണ്. അടുത്ത എന്താ? റണ്ണിങ് ഇൻഫ്ലേഷൻ, പ്രൈസ് റൈസ് അറ്റ് ഹൈ റേറ്റ് എന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ ഈസ് ബിറ്റ്വീൻ 10 to 20%. ഇൻഫ്ലേഷൻ ഈസ് ബിറ്റ്വീൻ 10 to 20%. അപ്പൊ വീണ്ടും വില കൂടുന്നുണ്ട്. ഇറ്റ് എഫക്ട്സ് ദി എക്കണോമി അഡ്വേഴ്സ്ലി. ഇതൊക്കെ കണ്ടിട്ടാണ് RBI മോണിറ്ററി പോളിസിയിൽ എന്തൊക്കെ കൺട്രോൾസ് അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നത്. അത് ഞാൻ അടുത്ത ആഴ്ച പറഞ്ഞുതരാം. അതിനിപ്പോ എന്താണ് ബേസിക്സ് ഓഫ് ഇൻഫ്ലേഷൻ, അതാ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ക്രീപ്പിംഗ് ആയി, വാക്കിംഗ് ആയി, റണ്ണിങ് ആയി അല്ലെ. ഒന്ന് ലെസ് ദാൻ 3%, പിന്നെ 3 to 10% ഇടയ്ക്കുണ്ട്, പിന്നെ 10 to 20 ഇടയ്ക്കുണ്ട്. ഇനി അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ കൈവിട്ടു പോയി. അതാണ് അടുത്തത് ഹൈപ്പർ ഇൻഫ്ലേഷൻ, അല്ലെങ്കിൽ ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ, അല്ലെങ്കിൽ റൺഅവേ ഇൻഫ്ലേഷൻ എന്നൊക്കെ പറയും. ഹൈപ്പർ ഇൻഫ്ലേഷൻ ഓർ ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ ഓർ റൺഅവേ ഇൻഫ്ലേഷൻ. ഇവിടെ എങ്ങനെയാ? പ്രൈസ് അറ്റ് വെരി ഹൈ, ദാറ്റ് ഈസ് ബിറ്റ്വീൻ 20 to 100% ഇടയ്ക്കാണ് ഇൻഫ്ലേഷൻ കിടക്കുന്നത്. അതാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ ഓർ ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ. ദാറ്റ് ഈസ് പ്രൈസ് റൈസ് അറ്റ് വെരി ഹൈ റേറ്റ്. ഇൻഫ്ലേഷൻ ഈസ് ബിറ്റ്വീൻ 20 to 100%. അതിന്റെ അർത്ഥം എന്താ? എക്കണോമി കൊലാപ്സ് ആയെന്നാണ്. The situation brings total collapse of the economy. അപ്പൊ ഇൻഫ്ലേഷൻ ഈസ് ലെസ് ദാൻ 3% ആണെങ്കിൽ കുഴപ്പമില്ല അല്ലെ, നമുക്ക് അത് നല്ലതാണ് സംഭവം. ബാക്കിയൊക്കെ ഒരെണ്ണം വാർണിംഗ് സിഗ്നൽ ആണ്, ഒന്ന് അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യും, അടുത്ത കൈവിട്ടുപോയി അല്ലെ. ദാറ്റ് ഈസ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. അപ്പൊ എന്താണ് ഇൻഫ്ലേഷൻ? ഇൻഫ്ലേഷൻ ഇപ്പൊ എങ്ങനെയാ മെഷർ ചെയ്യുന്നത്? പണ്ട് എങ്ങനെയാ ചെയ്തുകൊണ്ടിരുന്നത്? വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ? ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ അല്ലെ, വാക്കിംഗ് ഇൻഫ്ലേഷൻ, പിന്നെ റണ്ണിങ് ഇൻഫ്ലേഷൻ, ഇപ്പതാ ഹൈപ്പർ ഇൻഫ്ലേഷൻ. ക്ലിയർ? ആരാ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നത്? RBI ആണ് കൺട്രോൾ ചെയ്യുന്നത്. എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അടുത്ത ആഴ്ച തരാം. ബിക്കോസ് റീസെന്റ് കണ്ടായിരുന്നു RBI ഇരുന്നു മോണിറ്ററി പോളിസിയിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല, ചില മാറ്റങ്ങളുണ്ടോ, അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച ഡിസ്കസ് ചെയ്യാം. അപ്പൊ ബിഫോർ ദാറ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ തന്നു, ഇതൊന്ന് നോക്കിയിട്ട് വരണേ. നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്ക് നമുക്കൊരു കുറച്ചും കൂടെ അതിന്റെ ഡീപ്പിലോട്ട് പോകേണ്ടി വരും. അപ്പൊ ഒരു ടോപ്പിക്കായി, പേരെന്താ? ഇൻഫ്ലേഷൻ. ഓക്കെ ഓക്കെ അല്ലേ? കിട്ടിയോ? ഫൈൻ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. നേഷൻസ് അറ്റ് COP28. കണ്ടോ, 2 ആഴ്ചയായിട്ട് നമ്മൾ ഓരോ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഡിസ്കസ്. നമുക്കറിയാം കോൺഫറൻസ് ഓഫ് പാർട്ടി 28 സമ്മിറ്റ് എവിടെ വെച്ചാൽ നടന്നത്? UAE വെച്ചാൽ നടന്നത്. ഇത് തീർന്നു കാണും. അപ്പൊ വീണ്ടും എന്തൊക്കെയോ പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നേഷൻസ് അറ്റ് COP28 റീച്ച് ലാൻഡ്മാർക്ക് UAE കൺസെൻസസ്. അതിന്റെ അർത്ഥം എവിടെ വെച്ചാൽ നടന്നത്? ഇറ്റ് വാസ് ഹെൽഡ് ഇൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് for net zero by 2050. അപ്പൊ nations at COP28 reach landmark UAE consensus for net zero by 2050. 2050 ആകുമ്പോഴത്തേക്കും നെറ്റ് സീറോ ആണ് ഒരു ടാർഗറ്റ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്താ? UAE consensus that calls for a transition way from fossil fuels to achieve net zero by 2050. അപ്പൊ ഫോസിൽ ഫ്യൂൽസിൽ നിന്ന് ടു അച്ചീവ് നെറ്റ് സീറോ ബൈ ഏത് വർഷമാണ്? 2050. അപ്പൊ the 28th COP28 has come to a historic close, marking a turning point in global efforts to combat climate change. ഇതാണ് തീർന്നപ്പോ ഉള്ള കൺസെൻസസ്. അത്രയും സക്സസ് ആയിരുന്നു അല്ല, ബട്ട് കുറച്ചൊക്കെ സക്സസ് ആയിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നേഷൻസ് അറ്റ് COP28 റീച്ച് UAE consensus. അല്ലെങ്കിൽ UAE consensus is related to what എന്ന് വെച്ചാൽ സംതിങ് റിഗാർഡിംഗ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കും സംഭവം. അപ്പൊ എന്താ പറഞ്ഞത്? നെറ്റ് സീറോ ബൈ 2050. ദാറ്റ് ഈസ് ഇറ്റ് കോൾസ് ഫോർ എ ട്രാൻസിഷൻ അവേ ഫ്രം ഫോസിൽ ഫ്യൂൾസ്. അപ്പൊ റിഡ്യൂസ് ചെയ്യാൻ അല്ലെ. അത് എപ്പോഴാണ് നെറ്റ് സീറോ ആക്കണ്ടേ? 2050 ആകുമ്പോഴത്തേക്കും ആക്കണം. അപ്പൊ ഇറ്റ് മാർക്ക് എ ടേണിംഗ് പോയിന്റ് in global efforts to combat climate change. Clear? എത്ര കൺട്രീസ് ആ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്? 198 participating parties outlined an ambitious climate agenda. എത്രയാണ്? Aimed at keeping the goal of limiting global warming to 1.5 degree within reach. അത് ശരിക്കും ഒരു അംബീഷ്യസ് ടാർഗറ്റ് തന്നെയാണ്. അപ്പൊ 198 participating parties outlined എന്താണ്?
an ambitious climate agenda that is aimed at keeping the goal of limiting global warming to 1.5 degree within reach. അപ്പൊ COP28 തീർന്നു അല്ലേ? അതിൽ ഇന്ത്യ പോയിരുന്നു, അതിന്റെ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ ആഴ്ച. തീർന്നപ്പോ എന്താ പറഞ്ഞ? നെറ്റ് സീറോ ബൈ 2050, പിന്നെ ലിമിറ്റിംഗ് ഗ്ലോബൽ വാർമിംഗ് ടു 1.5 ഡിഗ്രി വിത്തിൻ റീച്ച്. ഡെഫിനറ്റ്ലി ദീസ് ആർ വാട്ട് ടാർഗറ്റ്? ambitious target. ഓക്കെ, അപ്പൊ 2 ടോപ്പിക്കായി. എന്താണ് ഇൻഫ്ലേഷൻ എന്ന് പഠിച്ചു. ഇപ്പൊ കോൺഫറൻസ് ഓഫ് പാർട്ടി 28ന്റെ സമ്മിറ്റ് കഴിഞ്ഞു, അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സംഭവം. ഇനി നമുക്ക് അടുത്ത് നോക്കാം എന്താണ്. 33rd വ്യാസ് സമ്മാൻ will be conferred to notable Hindi writer പുഷ്പ ഭാരതി. അപ്പൊ സംതിങ് റിഗാർഡിംഗ് ആർട്ട് ആൻഡ് കൾച്ചർ ആണ് ഇവിടെ പഠിക്കുന്നത്. അപ്പൊ 33rd വ്യാസ് സമ്മാൻ will be conferred to notable Hindi writer പുഷ്പ ഭാരതി. ഇതാരാ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? വ്യാസ് സമ്മാൻ ഈസ് റിലേറ്റഡ് ടു അപ്പോ ലിറ്ററേച്ചർ അല്ലേ? The award was instituted by KK Birla Foundation in which year? In 1991. അപ്പൊ 33rd വ്യാസ് സമ്മാൻ will be conferred to notable Hindi writer പുഷ്പ ഭാരതി. The award was instituted by KK Birla Foundation in 1991. ഇത് എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഗിവൺ ആനുവലി ടു ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് വർക്ക് ഓഫ് ഹിന്ദി ലിറ്ററേച്ചർ ബൈ ആൻ ഇന്ത്യൻ സിറ്റിസൺ പബ്ലിഷ്ഡ് ഇൻ ദ ലാസ്റ്റ് 10 years. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് വർക്ക് റിഗാർഡിംഗ് വാട്ട്? ഹിന്ദി ലിറ്ററേച്ചർ ബൈ ആൻ ഇന്ത്യൻ സിറ്റിസൺ ഓൺലി. അത് എത്ര വർഷത്തിനിടയ്ക്ക് പബ്ലിഷ് ആയിരിക്കണം? ഇൻ ദ ലാസ്റ്റ് 10 years പബ്ലിഷ് ആയിരിക്കണം. അപ്പൊ പുഷ്പ ഭാരതിക്ക് എന്ത് കിട്ടി? ഈ വട്ടത്തെ വ്യാസ് സമ്മാൻ അവാർഡ് കിട്ടി. ഇതെന്നാ തുടങ്ങിയേ? 1991 തുടങ്ങിയേ. ഇതാരാ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത്? ബൈ KK ബിർല ഫൗണ്ടേഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ എന്തിനു വേണ്ടിയാ കൊടുത്തത്? മിസ്സിസ് ഭാരതി ഹാസ് ബീൻ സെലക്ടഡ് ഫോർ ഹർ മെമ്മറീസ് യാദേ യാദേ ഓർ യാദേ. ഇതിനു വേണ്ടിയാണ് ഈ അവാർഡ് കൊടുത്തത്. അപ്പൊ മിസ്സിസ് ഭാരതി ഹാസ് ബീൻ സെലക്ടഡ് ഫോർ ഹർ മെമ്മറീസ് യാദേ യാദേ ഓർ യാദേ. അപ്പൊ എത്രയാണ് ഇതിന്റെ ഫണ്ട് വരുന്നത്? ഷീ വുഡ് ബി ഫെലിസിറ്റേറ്റഡ് വിത്ത് എൻ amount ഓഫ് 4 lakh rupees, പിന്നെ എ സൈറ്റേഷൻ ആൻഡ് എ പ്ലേക്ക്. അപ്പൊ ഷീ വുഡ് ബി ഫെലിസിറ്റേറ്റഡ് വിത്ത് എൻ amount ഓഫ് 4 lakh rupees, എ സൈറ്റേഷൻ ആൻഡ് എ പ്ലേക്ക്. ഇതാണ് സംതിങ് റിഗാർഡിംഗ് ആർട്ട് ആൻഡ് കൾച്ചർ. 33rd വ്യാസ് സമ്മാൻ അവാർഡ്. മിനിമം ഇത്ര ഡീറ്റെയിൽസ് എങ്കിലും നോക്കിയിട്ട് പോണേ റിഗാർഡിംഗ് അവാർഡ്സ്. ഒന്ന് വായിച്ചേ, പ്ലീസ് റീഡ്. വ്യാസ് സമ്മാൻ പുഷ്പ ഭാരതി 1991, ലാസ്റ്റ് 10 years ഇടയ്ക്ക് പബ്ലിഷ് ആവണം. ഇന്ത്യൻ സിറ്റിസൺ, വർക്ക് ഓൺ വാട്ട്? ഹിന്ദി ലിറ്ററേച്ചർ. എത്ര കിട്ടും? 4 lakh rupees കിട്ടും, ഒരു സൈറ്റേഷൻ കിട്ടും, പിന്നെ ഒരു പ്ലേക്ക് കിട്ടും. ഏതിനാ വേണ്ടിയാ കൊടുത്തേ? ഫോർ ആർ മെമ്മറീസ് റിഗാർഡിംഗ് യാദേ യാദേ ഓർ യാദേ. കിട്ടിയോ? ഈ ടോപ്പിക്സ് ഒക്കെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? എന്താണ് ഇൻഫ്ലേഷൻ ആദ്യം നോക്കി, പിന്നെ COP28ന്റെ അവസാനത്തെ UAE കൺസെൻസസ് ഡിസ്കസ് ചെയ്തു. ഇപ്പൊ നമ്മളൊരു വ്യാസ് സമ്മാനെ പറ്റി പഠിച്ചു. കിട്ടുന്നുണ്ടോ? ഓക്കെ ആണോ എല്ലാവർക്കും? നമുക്ക് അടുത്ത ടോപ്പിക്കിൽ പോയാലോ? ഓക്കെ, ഫൈൻ. ഇനി അടുത്ത് നോക്കാം എന്താണ്. ഒരു സ്കീമാണ് പ്രധാൻ മന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ വിശ്വകർമ്മ സ്കീം ലോഞ്ച്ഡ് ബൈ സെന്റർ ഹാസ് റിസീവ്ഡ് ഓവർ 21 lakh അപ്ലിക്കേഷൻസ് ഇൻ 2.5 months. അപ്പൊ ഇത് 2.5 മാസം മുമ്പെയാണ് ലോഞ്ച് ചെയ്തത് അല്ലേ? അതിന് 21 ലക്ഷം അപ്ലിക്കേഷൻസ് വന്നു അല്ലെങ്കിൽ കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് സ്കീം നമുക്ക് നോക്കേണ്ടത്? അപ്പൊ പ്രധാൻ മന്ത്രി ഓർ പ്രൈം മിനിസ്റ്റർ വിശ്വകർമ്മ സ്കീം launched by center has received over how many lakh applications? 21 lakh applications in 2.5 months. അപ്പോ ഇതെന്നാ ലോഞ്ച് ചെയ്ത്? ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ September 2023. ഇത് കംപ്ലീറ്റ്ലി സെൻട്രൽ സെക്ടർ സ്കീമാണ്. അതെ, ഇറ്റ് ഈസ് എ സെൻട്രൽ സെക്ടർ സ്കീം. ഇറ്റ് കംസ് അണ്ടർ വിച്ച് മിനിസ്ട്രി? ഇറ്റ് കംസ് അണ്ടർ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. അപ്പൊ പ്രധാൻ മന്ത്രി വിശ്വകർമ്മ സ്കീം got how many applications, received how many applications? 21 lakh applications. എന്നാ ലോഞ്ച് ചെയ്തത്? 2023 ലോഞ്ച് ചെയ്തത്. ഇതെന്ത് സ്കീമാണ്?
ഇറ്റ്സ് എ സെൻട്രൽ സെക്ടർ സ്കീം. ഇത് ഏത് മിനിസ്ട്രിക്ക് അകത്താ വരുന്നത്? ഇറ്റ് കംസ് അണ്ടർ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. ഇറ്റ് കംസ് അണ്ടർ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. ക്ലിയർ? ഫൈൻ. ഇനി അടുത്ത പേജിൽ നോക്കാം. ഒബ്ജക്റ്റീവ് എന്താ? ഒബ്ജക്റ്റീവ് ഈസ് ടു സ്ട്രെങ്തൻ ആൻഡ് നർച്ചർ the Guru Shishya Parampara or family based practice of what? Traditional skills by artisans and craftspeople working with their hands and tools. ഇതാണ് ഒബ്ജക്റ്റീവ്. അവരെ കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യുക. അപ്പോൾ ഒബ്ജക്റ്റീവ് ഇസ് ടു സ്ട്രെങ്തൻ ആൻഡ് നർച്ചർ the Guru Shishya Parampara or family based practice of traditional skills by artisans and craftspeople working with their hands and tools. അപ്പൊ എത്രയാ കാശ് കൊടുക്കുന്നത്? എന്തായാലും എമൗണ്ട് കൊടുക്കണ്ടേ? ക്രെഡിറ്റ് ഓഫ് അപ് ടു ₹1 lakh അത് ഫസ്റ്റ് ട്രാൻഷയിൽ കൊടുക്കും. ആൻഡ് ₹2 lakh that is in second tranche will be given with a concessional interest rate of 5%. അപ്പൊ 1 lakh in first tranche, second 2 lakhs in second tranche with a concessional interest rate of how much percentage? 5%. ഇതാണ് ഒബ്ജക്റ്റീവും ഫണ്ട്. അപ്പൊ സ്ട്രെങ്തൻ ആൻഡ് നർച്ചർ ഗുരു ശിഷ്യ പരമ്പര ആർക്ക് വേണ്ടിയാണ്? ബൈ ആർട്ടിസൻസ് ആൻഡ് ക്രാഫ്റ്റ് പീപ്പിൾ വർക്കിംഗ് വിത്ത് ദെയർ ഹാൻഡ്സ് ആൻഡ് ടൂൾസ്. എത്ര ക്രെഡിറ്റ്? 1 lakh. സെക്കൻഡ് ട്രാൻഷയിൽ 2 lakh. എത്ര ഇൻട്രസ്റ്റ് റേറ്റ്? അറ്റ് 5% ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ എത്ര ലക്ഷം അപ്ലിക്കേഷൻസ് കിട്ടി? ഇതെന്നാ ലോഞ്ച് ചെയ്ത്? ഇത് ഏത് ഗവൺമെന്റ് സ്കീമാണ്? ഏത് മിനിസ്ട്രിയാണ് നോക്കി നടത്തുന്നത്? എന്താണ് ഒബ്ജക്റ്റീവ്? എത്രയാണ് ക്രെഡിറ്റ്? എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ്? അതാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് അണ്ടർ വിശ്വകർമ്മ സ്കീം. ഇനി ഇതിൽ വല്ല പോയിന്റ്സ് ഉണ്ടോ? നമുക്ക് നോക്കാം. ദി ആർട്ടിസൻസ് ആൻഡ് ക്രാഫ്റ്റ്സ് പീപ്പിൾ വിൽ ബി പ്രൊവൈഡഡ് റെക്കഗ്നിഷൻ ത്രൂ പ്രധാൻ മന്ത്രി വിശ്വകർമ്മ സർട്ടിഫിക്കറ്റ്. അപ്പൊ ദി ആർട്ടിസൻസ് ആൻഡ് ക്രാഫ്റ്റ്സ് പീപ്പിൾ വിൽ ബി പ്രൊവൈഡഡ് റെക്കഗ്നിഷൻ ത്രൂ പ്രധാൻ മന്ത്രി വിശ്വകർമ്മ സർട്ടിഫിക്കറ്റ് ആൻഡ് ID card 18 traditional traders will be covered in first instance. 18 traditional traders will be covered in first instance. Appo the participants are entitled to a stipend of ₹500 per day during training period. Participants are entitled to a stipend എത്ര കിട്ടും? 500 രൂപ കിട്ടും per day during the training period. പിന്നെ ഒരു കണ്ടീഷൻ എന്താ? Applicants must be Indian citizens. അപ്പൊ ഇതിനു വേണ്ടി അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? ദേ ഷുഡ് ബി വാട്ട്? ഇന്ത്യൻ സിറ്റിസൺസ്. ക്ലിയർ അല്ലേ? ഒന്ന് വായിച്ചേ. ഇതാണ് പ്രധാൻ മന്ത്രി വിശ്വകർമ്മ സ്കീം. എത്ര ലക്ഷം അപ്ലിക്കേഷൻസ് വന്നു? എന്താണ് സംഭവം? ആരാണ് നോക്കി നടത്തുന്നത്? എന്താണ് ഒബ്ജക്റ്റീവ്? എത്രയാണ് ക്രെഡിറ്റ് ഫെസിലിറ്റി? എത്ര ഇൻട്രസ്റ്റിലാണ് കിട്ടുന്നത്? അല്ലെ? എത്ര ട്രഡീഷണൽ ട്രേഡ് ഇത് വരുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്? ഇപ്പൊ സ്റ്റൈപ്പൻഡ് എത്ര കിട്ടും? ഡെയിലി അല്ലെ? കണ്ടീഷൻ എന്താ? അപ്ലിക്കൻസ് മസ്റ്റ് ബി ഇന്ത്യൻ സിറ്റിസൺസ്. ക്ലിയർ അല്ലേ? ഇനി എല്ലാം ഉണ്ടോ ഇതിനകത്ത്? നമുക്ക് നോക്കാം. ദ അപ്ലിക്കൻറ്റ് ഷുഡ് ബി ട്രഡീഷണൽ ആർട്ടിസൻസ് ഓർ ക്രാഫ്റ്റ്സ്മാൻ. കണ്ടോ? അപ്പോ അപ്ലിക്കൻസ് എന്തായിരിക്കണം? ദേ ഷുഡ് ബി ട്രഡീഷണൽ ആർട്ടിസൻസ് ഓർ ക്രാഫ്റ്റ്സ്മാൻ. നോ ഏജ് ലിമിറ്റ് ഫോർ അപ്ലൈങ് ടു ദിസ് സ്കീം. അപ്പൊ ഏജ് ലിമിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നോ ഏജ് ലിമിറ്റ് ഫോർ അപ്ലൈങ് ടു ദ സ്കീം. അപ്പൊ നമ്മളൊരു സ്കീമും കൂടെ പഠിച്ചു. അപ്പൊ ആദ്യം എന്താ പഠിച്ചേ? വി സ്റ്റഡീഡ് ഇൻഫ്ലേഷൻ അല്ലെ? പിന്നെ COP28 ടാർഗറ്റ് നോക്കി. അംബീഷ്യസ് ടാർഗറ്റ് ആണ്, ബട്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ നമ്മൾ എന്താ പഠിച്ച? ആർട്ട് ആൻഡ് കൾച്ചറിൽ വ്യാസ് സമ്മാൻ പഠിച്ചു. 33ാമത്തെ എന്താണ് വ്യാസ് സമ്മാൻ? എത്രയാണ് കാശ് കിട്ടുന്നത്? ആരാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത്? അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇപ്പൊ നമ്മൾ എന്താ നോക്കിയേ? ഒരു സ്കീം നോക്കി. പ്രധാൻ മന്ത്രി വിശ്വകർമ്മ സ്കീം. എന്നാ വന്നേ? ഏത് മിനിസ്ട്രിയാണ് നോക്കി നടത്തുന്നത്? അല്ലെ? എത്ര ക്രെഡിറ്റ് ഉണ്ട്? എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ്? ഒബ്ജക്റ്റീവ് എന്താണ്? ആർക്ക് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുക? ഏജ് ലിമിറ്റ് ഉണ്ടോ? ഇല്ല. നോ ഏജ് ലിമിറ്റ് ഫോർ അപ്ലൈങ് ടു ദ സ്കീം. ക്ലിയർ? നെക്സ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. 2 ദിവസം മുമ്പേ അല്ലേ ഇതൊക്കെ വന്നത്. അപ്പൊ അതും പിന്നെ അത് ബന്ധപ്പെട്ട ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് അതും കൂടെ നോക്കാം. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ്
അപ്പൊ സുപ്രീം കോർട്ട് യുനാനിമസ്ലി അപ്ഹെൽഡ് അബ്രോഗേഷൻ ഓഫ് ആർട്ടിക്കിൾ 370. നിങ്ങൾക്കറിയാം അല്ലെ, 2019 ആർട്ടിക്കിൾ 370 ദാറ്റ് ഈസ് സ്പെഷ്യൽ സ്റ്റാറ്റസ് ടു ജമ്മു ആൻഡ് കാശ്മീർ എടുത്തു കളഞ്ഞു സെൻട്രൽ ഗവൺമെന്റ് അല്ലെ. പിന്നെ കുറച്ച് പേര് കേസിന് പോയി. പിന്നെ കോടതി ഒരു 5 അംഗ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് വെച്ചു. അതിന്റെ വിധിയാണ് വന്നത് അല്ലെ. അതാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 370 മാത്രം ഇവിടെ പഠിക്കരുത്. ആർട്ടിക്കിൾ 370യുടെ കൂടെ കുറച്ച് വേറൊരു സാധനം കൂടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ആർട്ടിക്കിൾ 371 കൂടെ പഠിക്കണം. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് വിധി, എന്തൊക്കെയാണ് അതിൽ വന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ആർട്ടിക്കിൾ 370 കൂടെ നോക്കാം. അപ്പൊ സുപ്രീം കോർട്ട് അപ്ഹെൽഡ് അബ്രോഗേഷൻ ഓഫ് ആർട്ടിക്കിൾ 370. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഓഫ് ദ സുപ്രീം കോർട്ട് unanimously upheld the power of the president to abrogate article 370. അപ്പൊ അവിടെ പ്രസിഡന്റ് സൂട് കൊണ്ടുവന്നു, പിന്നെ അതെടുത്ത് കളഞ്ഞതിൽ തെറ്റൊന്നും കാണുന്നില്ലെന്നാണ് സുപ്രീം കോർട്ട് പറഞ്ഞത്. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഓഫ് ദ സുപ്രീം കോർട്ട് യുനാനിമസ്ലി അപ്ഹെൽഡ്, അപ്പൊ 5 പേരും ഇത് തെറ്റൊന്നും ഇല്ലെന്നാണ് കണ്ടെത്തിയത് അല്ലെ. അപ്പൊ എന്താണ് ആർട്ടിക്കിൾ 370? ആർട്ടിക്കിൾ 370 റെസ്ട്രിക്റ്റഡ് സെന്റേഴ്സ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റേറ്റ്. അപ്പൊ ആർട്ടിക്കിൾ 370 സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തിരുന്നു ജമ്മു ആൻഡ് കാശ്മീരിന് അല്ലെ. അവർക്ക് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, സെപ്പറേറ്റ് ഫ്ലാഗ് ഉണ്ടായിരുന്നു, ചില കാര്യത്തിന് സെന്ററിന് ഇടപെടാൻ പറ്റത്തില്ലായിരുന്നു. അതാണ് ഇപ്പോ ഇല്ലാതായത്. പിന്നെ ഒരു ആർട്ടിക്കിൾ കൂടെ ഉണ്ടായിരുന്നു, ആർട്ടിക്കിൾ 35A ഡിഫൈൻഡ് പെർമനന്റ് റെസിഡൻസ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദർ സ്പെഷ്യൽ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ്. എന്ന് വെച്ചാൽ പുറത്തുള്ള ആൾക്ക് അവിടെ പോയി സ്ഥലം ഒന്നും വാങ്ങിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ ആർട്ടിക്കിൾ 35A പോയി, ആർട്ടിക്കിൾ 370 പോയി. അത് ശരിവെച്ചു. ആരാ വെച്ച? സുപ്രീം കോർട്ട്. എത്ര അംഗ ജഡ്ജായിരുന്നു? 5 അംഗ ജഡ്ജായിരുന്നു. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചായിരുന്നു. ക്ലിയർ? അതാണ് സ്റ്റാർട്ടിങ് ഓഫ് ഈ ടോപ്പിക്. അപ്പോ അബ്രോഗേറ്റ് ചെയ്തു. കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് എന്ത് പറഞ്ഞു? യുനാനിമസ്ലി അപ്ഹെൽഡ് ദ പവർ ഓഫ് ദ പ്രസിഡന്റ് ടു അബ്രോഗേറ്റ് ആർട്ടിക്കിൾ 370. അവിടെ എന്താ ആർട്ടിക്കിൾ 370 എന്താ ജസ്റ്റ് നമ്മൾ നോക്കി. റെസ്ട്രിക്റ്റഡ് സെന്റേഴ്സ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 35A ഡിഫൈൻഡ് പെർമനന്റ് റെസിഡൻസ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ദ സ്പെഷ്യൽ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ്. Held that Article 370 was a temporary provision and the state of Jammu and Kashmir had no internal sovereignty. ഉണ്ടോ? അപ്പൊ എന്ത് പറഞ്ഞിട്ടാണ് ഇത് ശരിവെച്ചത്? ആർട്ടിക്കിൾ 370 ഒരു ടെമ്പററി പ്രൊവിഷൻ ആയിരുന്നു. ഇന്ത്യയായിട്ട് ചേരാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ the court held that Article 370 was a temporary provision and the state of Jammu Kashmir had no internal sovereignty. അപ്പൊ court upheld presidential proclamation of 2019 that effectively abrogated Article 370 and gave a new meaning to the Constituent Assembly of Jammu and Kashmir as Legislative Assembly of Jammu and Kashmir. പണ്ടൊരു നിയമം ഉണ്ടായിരുന്നു, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പറഞ്ഞാൽ മാത്രമേ പ്രസിഡന്റ് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മാറ്റിയിട്ട് എന്തായി? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മാറ്റിയിട്ട് എന്താക്കി? ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ജമ്മു കശ്മീർ കൊടുത്തു. അതാണ് ന്യൂ മീനിങ്. So the court upheld presidential proclamation of 2019 that effectively abrogated Article 370 and gave a new meaning to Constituent Assembly if J&K as Legislative Assembly of Jammu and Kashmir. Clear? ഇനി വല്ലതും ഉണ്ടോ? അടുത്ത എന്താ പോയിന്റ്സ്? ഇനി സുപ്രീം കോർട്ട് എന്താ പറഞ്ഞത്? അതിപ്പോ ഒരു യൂണിയൻ ടെറിട്ടറി അല്ലേ, അതിന് പെട്ടെന്ന് സ്റ്റേറ്റിന്റെ പദവി കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഡയറക്റ്റഡ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ടു കണ്ടക്ട് അസംബ്ലി ഇലക്ഷൻസ് by September 30, 2024. അപ്പൊ 2020 മുമ്പേ സെപ്റ്റംബർ 30 മുമ്പേ അവിടെ അസംബ്ലി ഇലക്ഷൻസ് നടത്താനും ആരോട് പറഞ്ഞു? സുപ്രീം കോർട്ട് ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞു. ആൻഡ് സെന്റർ ടു റീസ്റ്റോർ സ്റ്റേറ്റ്ഹുഡ് ഓഫ് ജമ്മു ആൻഡ് കശ്മീർ. ഇപ്പൊ നമുക്കറിയാം ജമ്മു കശ്മീർ ഇപ്പൊ യൂണിയൻ ടെറിട്ടറി ആണ്. അപ്പൊ വെരി സൂൺ എന്താ പറഞ്ഞു? ടു റീസ്റ്റോർ സ്റ്റേറ്റ്ഹുഡ് ടു ജമ്മു ആൻഡ് കശ്മീർ. അത് ആരോട് പറഞ്ഞു? സെന്ററിനോട് പറഞ്ഞു. പിന്നെ ഇലക്ഷൻ കമ്മീഷനോട് എന്ത് പറഞ്ഞു? കണ്ടക്ട് അസംബ്ലി ഇലക്ഷൻസ് ബിഫോർ September 30, 2024 പറഞ്ഞു. പിന്നെ ഒരു ജഡ്ജ് എന്താ റെക്കമെൻഡ് ചെയ്ത്? റെക്കമെൻഡഡ് ദ സെറ്റിംഗ് അപ്പ് ഓഫ് എ ട്രൂത്ത് ആൻഡ് റിക്കൺസിലേഷൻ കമ്മീഷൻ. എന്തിനു വേണ്ടിയാ? ദ ട്രൂത്ത് ആൻഡ് റിക്കൺസിലേഷൻ കമ്മീഷൻ വിൽ ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് റിപ്പോർട്ട് ഓൺ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ബോത്ത് ബൈ സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് പ്രസിപ്പിറ്റേറ്റഡ് ഇൻ ജമ്മു ആൻഡ് കശ്മീർ. അത് 1980 തൊട്ട് ഇതുവരെ എന്തെങ്കിലും ഹ്യൂമൻ റൈറ്റ് വയലേഷൻ നടന്നിട്ടുണ്ടോ അതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഒരു ട്രൂത്ത് ആൻഡ് റിക്കൺസിലേഷൻ കമ്മീഷനും കൂടെ സെറ്റപ്പ് ചെയ്യാൻ പറഞ്ഞു. ഇതാണ് നിങ്ങൾ ഇപ്പൊ ന്യൂസ് പേപ്പറിൽ കാണുന്ന ആർട്ടിക്കിൾ 370 പറ്റിയുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. മറ്റേ നിങ്ങൾ എന്തായാലും പണ്ട് പഠിച്ചു കാണും. ഇപ്പൊ കോടതി എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ ശരിവെച്ചു, ഇലക്ഷൻ കമ്മീഷനോട് എന്ത് പറഞ്ഞു കണ്ടോ. പിന്നെ
സെന്ററിനോട് എന്ത് പറഞ്ഞു, പിന്നെന്താ പറഞ്ഞ സംഭവം, ട്രൂത്ത് ആൻഡ് റിക്കൺസിലേഷൻ കമ്മീഷൻ വെക്കണം. ഇതാണ് ജസ്റ്റ് ഇപ്പം നടന്ന കാര്യങ്ങൾ. അപ്പൊ പണ്ടത്തെ എന്താണ് ആർട്ടിക്കിൾ 370, എപ്പോഴാണ് എടുത്ത് കളഞ്ഞത്, എന്താണ് ആർട്ടിക്കിൾ 35A, ഇപ്പൊ സുപ്രീം കോടതി ഇടപെട്ട് എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ ശരിവെച്ചു, ആരോട് വേറെ എന്തൊക്കെ പറഞ്ഞു, ഇത് മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത് പഠിക്കാൻ. ബിക്കോസ് ഇത് ഉറപ്പാണ്, ഇത് എക്സാമിൽ എന്തായാലും ചോദിക്കും. ക്ലിയർ? ഇതാണ് സംതിങ് റിഗാർഡിംഗ് ആർട്ടിക്കിൾ 370. ക്ലിയർ? അപ്പൊ സ്പെഷ്യൽ സ്റ്റാറ്റസ് ആയിരുന്നു. അതുപോലെ ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 371. മറക്കരുത്, അതിപ്പോഴും ഉണ്ട് സംഭവം. ആർട്ടിക്കിൾ 371 എന്ന് വെച്ചാൽ ഇതിൽ ആർട്ടിക്കിൾ 371 എന്താ പറയാ, 1 ഉണ്ട്, ABCDEFG എന്നൊക്കെ പറഞ്ഞു പോകും സംഭവം. അപ്പൊ ഇതും കൂടെ നമുക്കൊന്ന് നോക്കാം സംഭവം. അപ്പൊ മറ്റേ ടെമ്പററി ആയിരുന്നല്ലോ സംഭവം. അപ്പൊ ആർട്ടിക്കിൾ 370 ഇപ്പൊ എടുത്ത് കളയത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ, അപ്പൊ എന്താണ് ആർട്ടിക്കിൾ 371, ഏതൊക്കെയോ സ്റ്റേറ്റിന് എന്തൊക്കെയോ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടാ. ഒരു 11 സ്റ്റേറ്റിന് കൊടുത്തിട്ടുണ്ട് സംഭവം. ക്ലിയർ? അപ്പൊ എന്താണ് ആർട്ടിക്കിൾ 371 കാണുമ്പോൾ നമുക്ക് നോക്കാം. സി ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾ 371 മാത്രം കണ്ടാൽ ദാറ്റ് ഈസ് റിഗാർഡിംഗ് മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇത് മാത്രം വെറുതെ ഓർത്ത് വെച്ചാൽ മതി. മഹാരാഷ്ട്ര ഗുജറാത്ത് ആണ് ആർട്ടിക്കിൾ 371 എന്ന് കണ്ടാൽ സംഭവം. അപ്പൊ അവർക്ക് എന്തോ സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റി സെപ്പറേറ്റ് ഡെവലപ്മെന്റ് ബോർഡ് എന്നൊക്കെ പറഞ്ഞ് കാണും. അപ്പൊ ആർട്ടിക്കിൾ 371 ഈസ് റിലേറ്റഡ് ടു വിച്ച് സ്റ്റേറ്റ് എന്ന് ചിലപ്പോൾ കണ്ടാൽ ഓർത്ത് വെക്കുക, മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്. അതുപോലെ ചിലപ്പോൾ കാണും ആർട്ടിക്കിൾ 371A എന്ന് കാണും. അത് ഏത് സ്റ്റേറ്റുമായിട്ട് റിലേറ്റഡ്? നാഗാലാൻഡ്. ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ എക്സാം ചോദിക്കുന്നത്. ആർട്ടിക്കിൾ 371A ഈസ് റിലേറ്റഡ് ടു വിച്ച് സ്റ്റേറ്റ്? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു നാഗാലാൻഡ്. അവർക്ക് എന്തൊക്കെയും കുറച്ചും കൂടെ എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കുമായിരിക്കും. അപ്പൊ നോക്കിയേ, ആർട്ടിക്കിൾ 371 എന്താ? റിഗാർഡിംഗ് മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്. ആർട്ടിക്കിൾ 371A എന്താ? ദാറ്റ് ഈസ് റിഗാർഡിംഗ് നാഗാലാൻഡ്. രണ്ടെണ്ണം കഴിഞ്ഞില്ലേ? അപ്പൊ അടുത്ത ഏതായിരിക്കും വരാൻ പോകുന്നത്? ആർട്ടിക്കിൾ 371B. ആർട്ടിക്കിൾ 371B ഇങ്ങനെ കണ്ടാൽ ഓർത്തോണം, സംതിങ് റിഗാർഡിംഗ് അസം. അപ്പൊ ആർട്ടിക്കിൾ 371B എന്ന് കണ്ടാൽ ഓർത്തോണം, സംതിങ് റിഗാർഡിംഗ് അസം. ശരിക്കും പറഞ്ഞാൽ പ്രസിഡന്റ് കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഫംഗ്ഷൻസ് ഒക്കെ കമ്മിറ്റിക്ക് കൊടുക്കും സംഭവം, ട്രൈബൽ ഏരിയാസ് അസംബ്ലി. നിങ്ങൾ ജസ്റ്റ് ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ആർട്ടിക്കിൾ 371B ഇസ് റിലേറ്റഡ് ടു അസം. ചിലപ്പോൾ കാണും ആർട്ടിക്കിൾ 371C. ഞാൻ ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് തരുന്നത്. അത് ഏത് സ്റ്റേറ്റുമായിട്ട്? അതും ഒരു നോർത്ത് ഈസ്റ്റ് ആണ്, മണിപ്പൂർ. ആർട്ടിക്കിൾ 371B അസം, ആർട്ടിക്കിൾ 371C മണിപ്പൂർ, ആർട്ടിക്കിൾ 371A നാഗാലാൻഡ്. വെറും ആർട്ടിക്കിൾ 371 മാത്രം കണ്ടാൽ മഹാരാഷ്ട്ര, ഗുജറാത്ത്. ക്ലിയർ? ഫൈൻ. ഇനി അടുത്ത് നോക്കാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ബിക്കോസ് 370 പഠിക്കുമ്പോൾ 371 കൂടെ ഒന്ന് നോക്കിയിട്ട് പോകണം, ഏത് സ്റ്റേറ്റുമായിട്ട് റിലേറ്റഡ്. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 371D. അത് റിലേറ്റഡ് ഏതെന്ന് വെച്ചാൽ ആന്ധ്ര ആൻഡ് തെലങ്കാന എഴുതിക്കോ. ജസ്റ്റ് റിഗാർഡിംഗ് ആന്ധ്ര ആൻഡ് തെലങ്കാന. ക്ലിയർ? ആന്ധ്ര ആൻഡ് തെലങ്കാന. കൂടുതൽ ഇമ്പോർട്ടൻസ് ആന്ധ്രയ്ക്കാണ് സംഭവം. ഇറ്റ് ഈസ് ആർട്ടിക്കിൾ 371D. അതുപോലെ തന്നെ വീണ്ടും ആർട്ടിക്കിൾ 371E എന്ന് കാണും. എഗെയിൻ റിഗാർഡിംഗ് ആന്ധ്രാപ്രദേശ്. എഗെയിൻ റിഗാർഡിംഗ് ആന്ധ്രാപ്രദേശ്. ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ, അവിടെ ഒരു എന്താ യൂണിവേഴ്സിറ്റി തുടങ്ങാനൊക്കെ വേണ്ടി സംഭവം. അപ്പൊ ആർട്ടിക്കിൾ 371E കണ്ടാലും ആന്ധ്രാപ്രദേശ്. സ്റ്റേറ്റിന്റെ ബന്ധപ്പെട്ട് മാത്രമാണ് തരുന്നത് കേട്ടാ സംഭവം. അപ്പൊ DI EI. ഓക്കെ, എല്ലാവരും ഒറ്റയടിക്ക് 370 പഠിക്കുമ്പോ 371 കൂടെ ചോദിക്കാം. അപ്പൊ ജസ്റ്റ് ഒരു ചെറിയ പോയിന്റ് ആയിട്ട് മാത്രമേ ഞാൻ തരുന്നുള്ളൂ സംഭവം. നെക്സ്റ്റ് ആർട്ടിക്കിൾ 371F എന്ന് കാണും. ആർട്ടിക്കിൾ 371F
ദാറ്റ് ഇസ് റിലേറ്റഡ് ടു സിക്കിം. ഇത് പണ്ട് PSCക്ക് ചോദിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 371F is related to Sikkim. Next, Article 371G related to Mizoram. Article 371G related to Mizoram. അപ്പൊ F regarding എന്താ? സിക്കിം. G regarding എന്താ? മിസോറാം. തീരാറായി അല്ലെ? അടുത്തെത്താറായി നമ്മൾ. അടുത്തെന്താ? H. ആർട്ടിക്കിൾ 371H എന്തായിരിക്കും? റിഗാർഡിംഗ് അരുണാചൽ പ്രദേശ്. റിഗാർഡിംഗ് അരുണാചൽ പ്രദേശ്. ഞാൻ എക്സ്ട്രാ പോയിന്റ്സ് വരുവാണ് സംഭവം. അരുണാചൽ പ്രദേശ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 371J. ഐ ഇല്ല കേട്ടാ സംഭവം, പണ്ട് ഗോവയായിരുന്നു, അത് പോട്ടെ. J ഈസ് റിഗാർഡിംഗ് കർണാടക. എന്തോ സ്പെഷ്യൽ എന്തോ കൊടുക്കുന്നുണ്ട് റിഗാർഡിംഗ് കർണാടക. ഇതാണ് സംതിങ് റിഗാർഡിംഗ് ആർട്ടിക്കിൾ 371. ഇപ്പൊ 371 കണ്ടാൽ മഹാരാഷ്ട്ര, ഗുജറാത്ത് അല്ലെ. 371A കണ്ടാൽ നാഗാലാൻഡ്. 371B കണ്ടാൽ അസം. 371C കണ്ടാൽ മണിപ്പൂർ. 371D കണ്ടാലോ ആന്ധ്ര, പിന്നെ തെലങ്കാന, അങ്ങനെ മിക്സ് ആയിട്ട്. E കണ്ടാൽ എഗെയിൻ ആന്ധ്രാപ്രദേശ്. F കണ്ടാലോ സിക്കിം. G കണ്ടാൽ മിസോറാം. H കണ്ടാൽ അരുണാചൽ പ്രദേശ്. പിന്നെ I ഇല്ല, J ആണല്ലേ. J കണ്ടാൽ കർണാടക. ഇതാണ് സംതിങ് റിഗാർഡിംഗ് ആർട്ടിക്കിൾ 371. എപ്പോഴും 370 പഠിക്കുമ്പോൾ ഇതും കൂടെ ഒന്ന് ചെറുതായിട്ട് നോക്കിയിട്ട് പോണേ. അതുകൊണ്ട് ഞാൻ ഇത് ജസ്റ്റ് തന്നേ ഉള്ളൂ നിങ്ങൾക്ക്. സംഭവം ക്ലിയർ അല്ലേ? ഒരു I ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ല. സ്പെഷ്യൽ പ്രൊവിഷൻ എന്ന് പറയത്തില്ല, ബാക്കിയൊക്കെ സ്പെഷ്യൽ പ്രൊവിഷൻ ആ സാധനം. ആർട്ടിക്കിൾ 371 ഡീൽസ് വിത്ത് ഗോവ, ബട്ട് അതിന് സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റത്തില്ല. ജസ്റ്റ് എഴുതിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 371I എന്ന് കണ്ടാൽ റിഗാർഡിംഗ് ഗോവ. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ച സംഭവം? ആദ്യം ഡീറ്റെയിൽ ആയിട്ട് മോണിറ്ററി പോളിസി പഠിക്കണമെങ്കിൽ ഇൻഫ്ലേഷൻ പഠിക്കണം. അപ്പൊ ഇൻഫ്ലേഷൻ ചെറുതായിട്ടൊന്ന് നോക്കി അല്ലെ. പിന്നെ നമ്മൾ എന്താ നോക്കിയത്? ഡീറ്റെയിൽ ആയിട്ട് ഒരു അവാർഡ് നോക്കി, പിന്നെ COP28 നോക്കി അല്ലെ, പിന്നെ ഒരു സ്കീം നോക്കി, വിശ്വകർമ്മ, പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ആർട്ടിക്കിൾ 370 നോക്കി. അത് പഠിക്കുമ്പോൾ എന്തായാലും മറ്റേതും പഠിച്ചിരിക്കണം. ഏതാണ്? 371. നമ്മൾ അതും പഠിച്ചു. ഓക്കെ. അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് ഇൻഫ്ലേഷന്റെ ബാക്കി പിന്നെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സും പഠിക്കാം. അപ്പൊ എല്ലാവരും ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. താങ്ക് യു.